ആൻഡ് വെൽക്കം ബാക്ക് ടു സോളം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. നമ്മുടെ ക്രിസ്മസ് എക്സാം അതുപോലെ തന്നെ നമ്മുടെ USS എക്സാം എല്ലാം അടുത്തെത്തി അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ USS സ്പെഷ്യൽ കുറച്ച് ക്വിസാണ്. സോ ഒരു 10 ക്വസ്റ്റ്യൻസ് മിസ് ചോദിക്കും. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ചലഞ്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് പോസ് ചെയ്യും. സോ ആ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് മിസ് എന്ത് ചെയ്യും, കറക്റ്റ് ആൻസർ പറയും. അങ്ങനെ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റായി, ഫുള്ള് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റുക, എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയെന്ന് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റിയെന്ന് നോക്കുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ USS സ്പെഷ്യൽ ക്വിസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാം. Which is not the synonym of the word walk? Walk എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം അല്ലാത്തത്. നമുക്കറിയാം എന്താണ് ആന്റണിം സിനോണിം നമുക്കറിയാം അല്ലെ. ഓപ്പോസിറ്റ് വേർഡ്സിനെയാണ് നമ്മൾ ആന്റണിംസ് എന്ന് പറയുക. സെയിം മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ സിനോണിം എന്ന് പറയുക. സോ ഈ ക്വസ്റ്റ്യനിൽ വോക്ക് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എ മാർച്ച്, ഓപ്ഷൻ ബി സ്ട്രൈറ്റ്, ഓപ്ഷൻ സി ട്രഡ്ജ്, ഓപ്ഷൻ ഡി പ്ലീഡ്. സോ ഇതിൽ ഏതാണ് വോക്ക് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം അല്ലാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഇതാ ആലോചിക്കാനായിട്ടുള്ള ടൈം ഉണ്ട് അല്ലേ. സോ കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ മിസ് ആ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏകദേശം നിങ്ങൾ മനസ്സിൽ ആൻസർ കണ്ടുവച്ചിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ ഏതാണ്? പ്ലീഡ് ആണ് അല്ലേ. പ്ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യാചിക്കുക എന്നാണ്. സോ വോക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡുമായിട്ട് യാതൊരു മീനിങ്ങും ഇതിൽ സിമിലർ ആയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനോണിം അല്ല. സോ എത്ര പേർക്ക് ഇത് കറക്റ്റ് ആക്കാൻ പറ്റി എന്ന് നിങ്ങൾ നോക്കുക. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. I could hear the dash of birds. I could hear the dash of birds. ബേർഡ്സിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. സോ ആ ഒരു ശബ്ദത്തിന്, ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന് എന്താണ് പറയുക? ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ടാ? ഫ്രാഗ്രൻസ് ഉണ്ട്, ചിർപ്പിംഗ് ഉണ്ട്, ബ്ലാസ്റ്റിംഗ് ഉണ്ട്, സ്പ്ലാഷിംഗ് ഉണ്ട്. ഫ്രാഗ്രൻസ്, ചിർപ്പിംഗ്, ബ്ലാസ്റ്റിംഗ്, സ്പ്ലാഷിംഗ്. സോ ഐ കുഡ് ഹിയർ ദ ഡാഷ് ഓഫ് ബേർഡ്സ്. ഇതിൽ ഏതാണ് ബേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് വേർഡ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമുക്കറിയാം ബേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ പക്ഷികൾ ചിലയ്ക്കുന്നു എന്നർത്ഥം വരുന്നത് ഏതാണ്? നമ്മുടെ ചിർപ്പിംഗ് ആണ് അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ യൂസ് ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് adjacent or closely connected words. 2 വേർഡ്സിന്റെ തുടക്കത്തിൽ സെയിം സൗണ്ട് വരുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഓപ്ഷൻസിൽ അലിട്രേഷൻ ഉണ്ട്, അസനൻസ് ഉണ്ട്, റൈമിംഗ് വേർഡ് ഉണ്ട്, ഇന്റേണൽ റൈം ഉണ്ട്. ദ യൂസ് ഓഫ് സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഓർ adjacent or closely connected words. 2 വേർഡ്സിന്റെ അല്ലെ തുടക്കം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒരേ സൗണ്ടിൽ വരുന്ന, ഒരേ ലെറ്ററിൽ വരുന്ന ഈ ഒരു വേർഡിനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം സൗണ്ടിനെ നമ്മൾ എന്താണ് പറയുക? യെസ്, നമുക്കറിയാം അലിട്രേഷൻ ആണ് അല്ലെ. അലിട്രേഷൻ ആണ് ഒരേപോലെ നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അല്ലെ. യെസ്, മാഡ് മങ്കി അല്ലെ, മാഡ് മങ്കി. യെസ്, രണ്ടും ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അലിട്രേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂസ് ഓഫ്, യെസ്, അതിൻ്റെ അലിട്രേഷൻ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിവെയർ ഡാഷ് ഡോഗ്സ്. ബിവെയർ ഡാഷ് ഡോഗ്സ്. ഡോഗ്സിനെ പേടിക്കുക എന്ന് പറയുന്നതിൻ്റെ ഇവിടെ എന്താണ് യൂസ് ചെയ്യുക? ബിവെയർ വിത്ത് ഡോഗ്സ് ആണോ, ബിവെയർ ഓഫ് ഡോഗ്സ് ആണോ, ബിവെയർ അറ്റ് ഡോഗ്സ് ആണോ, ബിവെയർ ടുവേർഡ്സ് ഡോഗ്സ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? ബിവെയർ ഡാഷ് ഡോഗ്സ് വിത്ത് ഓഫ് at towards. ഇതാണ് യെസ്, നമുക്കറിയാം ബിവെയർ ഓഫ് ഡോഗ്സ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെ ബിവെയർ ഓഫ് ഡോഗ്സ് എന്നാണ് നമ്മൾ പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇഡിയം വിച്ച് മീൻസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്. ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്. നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു അച്ചീവ്മെന്റ്, ഈ ഒരു മീനിങ് വരുന്ന ഇഡിയം ഇതിൽ ഏതാണ്? ഫസ്റ്റ് വൺ, ദ പ്രോസ് ആൻഡ് കോൺസ്. Keep one's word, a feather in one's cap, red letter D. ഇതിൽ ഏത് ഇഡിയമാണ് an achievement which can be proud of എന്ന് പറയുന്ന ഈ ഒരു മീനിങ് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ?
നമുക്കറിയാം എ ഫെദർ ഇൻ വൺസ് ക്യാപ്പ്. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ അല്ലേ. സോ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ വിഷ് ഐ ഹാഡ് dash examination. I wish I had dash the examination. Had passed, pass, passes is passing. ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആ എക്സാം ജയിച്ചിരുന്നെങ്കിൽ. അതിന് ഏതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഹാഡ് പാസ്ഡ് ആണോ, പാസ് ആണോ, പാസസ് ആണോ, ഈസ് പാസിംഗ് ആണോ? ഓപ്ഷൻ ഇ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, ഐ ഹാഡ് പാസ്ഡ് ആണ് എന്നാണ് വരാം അല്ലേ. ഐ വിഷ് ഐ ഹാഡ് പാസ്ഡ് ദ എക്സാമിനേഷൻ എന്നാണ് വരാം. സോ നമുക്കിത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഈസ് ദ ബൈക്ക് ഡാഷ് ഐ ബോറോഡ് ഫ്രം രാജു. ദിസ് ഇസ് ദ ബൈക്ക് ഡാഷ് ഐ ബോറോഡ് ഫ്രം രാജു. രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങി അല്ലെങ്കിൽ വാങ്ങിച്ച ബൈക്കാണിത് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. സോ ഇവിടെ ഏത് വേർഡാണ് വരാം? ഹൂ ആണോ, വിച്ച് ആണോ, ദാറ്റ് ആണോ, വേർ ആണോ? This is the bike dash I borrowed from Raju. Option A, which. Option B, which. Sorry, who, which, that, where. So, this is the bike dash I borrowed from Raju. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, സി ആണ് അല്ലേ. ദിസ് ഈസ് ദ ബൈക്ക് ദാറ്റ് ഐ ബോറോഡ് ഫ്രം രാജു എന്നാണ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രഡീഷണൽ short story that teaches a moral, especially one with animals as characters. ഒരു ട്രഡീഷണൽ ഷോർട്ട് സ്റ്റോറി ആയിരിക്കും. ഓക്കെ, അതിനൊരു മോറൽ ഉണ്ടാവും. ആനിമൽസ് ആയിരിക്കും ഇതിലെ ക്യാരക്ടേഴ്സ്. ആ ഷോർട്ട് സ്റ്റോറിക്ക് നമ്മൾ എന്താണ് വിളിക്കുക? നറേറ്റീവ് എന്നാണോ, ഫിക്ഷൻ ആണോ, ഫേബിൾ ആണോ, ടെയിലാണോ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, നമുക്കറിയാം ഫേബിൾസ് എന്നാണ് പറയുക അല്ലേ. ട്രഡീഷണൽ ഷോർട്ട് സ്റ്റോറി ദാറ്റ് ടീച്ചേഴ്സ് എ മോറൽ, ഇതാണ് ഫേബിൾ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡോണ്ട് ടേക്ക് ദി ചാൻസ് ഓഫ് ലൂസിങ് സംതിങ് യു ഹാവ് ഇൻ സെർച്ച് ഓഫ് സംതിങ് വിത്ത് ബെറ്റർ. വിച്ച് പ്രോവർബ് ഇൻഡിക്കേറ്റ് ദ സെയിം മീനിങ്? ഡോണ്ട് ടേക്ക് ദി ചാൻസ് ഓഫ് ലൂസിങ് സംതിങ് യു ഹാവ് ഇൻ സെർച്ച് ഓഫ് സംതിങ് ബെറ്റർ. ഈ പ്രോവർബിന്റെ മീനിങ് എന്താണ്? എ ബേർഡ് ഇൻ ദ ഇതിന്റെ മീനിങ് വരുന്ന പ്രോവർബ് ഏതാണെന്നാണ് കേട്ടോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഈ ഒരു മീനിങ് വരുന്ന പ്രോവർബ് താഴെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസിൽ. ഇതിൽ ഏതാണ് ഈ ഒരു മീനിങ് വരുന്നത്? എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ടൈം. ടു മെനി cooks spoil the broth. An apple a day keeps the doctor away. സോ ഈ തന്നിട്ടുള്ള പ്രോവർബിൽ ഏതാണ് ഡോണ്ട് ടേക്ക് ദ ചാൻസ് ഓഫ് ലൂസിങ് സംതിങ് യു ഹാവ് ഇൻ സെർച്ച് ഓഫ് സംതിങ് ബെറ്റർ എന്ന് വരുന്നത്? യെസ്, നമുക്കറിയാം എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്നാണല്ലേ. സോ ഓപ്ഷൻ ഇ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈം ദാറ്റ് ഒക്കേഴ്സ് വിതിൻ ദ ലൈൻസ് ഓഫ് എ പോം. റൈം ദാറ്റ് ഒക്കേഴ്സ് വിതിൻ ദ ലൈൻസ് ഓഫ് എ പോം. ഒരു പോത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന റൈമിനെ നമ്മൾ എന്താണ് വിളിക്കുക? അലിട്രേഷൻ ആണോ, റൈമിംഗ് വേർഡ് ആണോ, ഇന്റേണൽ റൈം ആണോ, കപ്ലറ്റ് ആണോ? റൈം ദാറ്റ് ഒക്കേഴ്സ് വിതിൻ ദ ലൈൻസ് ഓഫ് എ പോം, ഇതാണ്. യെസ്, ഓപ്ഷൻ സി ഇന്റേണൽ റൈം ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ. സോ നമ്മളിതാ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റി എന്നുള്ളത് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ മക്കളെ. സോ ഇതുപോലെ നമുക്കിതാ നമ്മുടെ USS ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസും നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറേയധികം ഇതുപോലെയുള്ള കാര്യങ്ങളും കണ്ടൻസും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ ബാച്ച് അവൈലബിൾ ആണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. മറക്കാതെ എത്ര എണ്ണം കറക്റ്റ് ആക്കി എന്നുള്ളത് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.